ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മോഡസി ട്രെയിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാരുതി സുസുക്കിയെ കുറിച്ചാണ്. മാരുതി സുസുക്കി നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പാട്ടത്തകിട് അങ്ങനത്തെ പല പല വാക്കുകളാണ്. ടിൻ ക്യാൻ അങ്ങനത്തെ കുറെ പേരുകളാണ് മാരുതി സുസുക്കിക്ക് ഇപ്പോൾ ഉള്ളത്. എന്നാൽ മാരുതി സുസുക്കി ഇങ്ങനെ ആയത് എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അവന്മാർക്ക് എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇങ്ങനത്തെ വെയിറ്റ് കുറഞ്ഞ് കുറേ മൈലേജ് ഉള്ള കാറുകളാണ് ഇഷ്ടം. അതിനുള്ള തെളിവുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു മാരുതി സുസുക്കി SX4. SX4നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫിയറ്റുമായിട്ട് ബാഡ്ജ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫിയറ്റുമായിട്ട് കൊളാബറേഷൻ ഇറക്കിയ മോഡലാണ് SX4, മാരുതി സുസുക്കി SX4 യൂറോപ്പിലൊക്കെ ഫിയറ്റ് CDC എന്ന് പറയുന്ന മോഡലാണ്. സോ ഫിയറ്റുമായിട്ട് ബാഡ്ജ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫിയറ്റുമായിട്ട് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയിലായാലും എക്സ്റ്റീരിയലായാലും ഇരുമ്പിന്റെയൊക്കെ യൂസ് നല്ല സൂപ്പറായിട്ട് നല്ല ബോഡി വെയിറ്റ് ഉണ്ടായിരുന്ന മോഡലാണ് SX4. SX4-നകത്താണെങ്കിൽ ആദ്യം ഇറങ്ങിയ 1.6 പെട്രോൾ എഞ്ചിനേ ഉള്ളായിരുന്നു. അതിന് 106 bhp പവർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മൾട്ടി ജെറ്റ് വെച്ചും മാരുതി നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എഞ്ചിന് മൈലേജ് കുറവായിരിക്കും. പിന്നെ 2011 ശേഷം വന്നിട്ടുള്ള എഞ്ചിനകത്ത് VVT വന്നിട്ടുണ്ട്, വേരിയബിൾ വാൽവ് ടൈമിംഗ് വന്നിട്ടുള്ളതുകൊണ്ട് അതിനെ കുറച്ചും കൂടെ മൈലേജ് കൂടും. അതായത് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ IVTEC പോലത്തെ സംഭവമാണ് മാരുതി സുസുക്കിയുടെ VVT. സോ 2011 മോഡലിന് അത്യാവശ്യം മൈലേജ് കിട്ടും. എന്നും പറഞ്ഞ് ഞാൻ വലിയൊരു മൈലേജ് പറയത്തില്ല. നിങ്ങൾക്കൊരു 10, 12, 13 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും ആക്ച്വൽ. അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു 15 വരെയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു SX4-ന്. ഞാൻ പറയുന്ന 10 ശേഷം അല്ലെ VVT എന്ന് ബാഡ്ജിങ് വരുന്ന മോഡൽ മാത്രം. അതിന് മുമ്പുള്ള മോഡൽ നാച്ചുറൽ ആസ്പിറേറ്റർ ആണ്. വേറെ നാച്ചുറൽ ആസ്പിറേറ്റർ വിത്ത് വാൽവ്ട്രോണിക്സ് ഇല്ലാത്ത മോഡലാണ്. അതിന് മൈലേജ് വളരെ കുറവായിരിക്കും കമ്പാരിസൺ. പിന്നെ 1.3യുടെ നമ്മുടെ ഇന്ത്യൻ ജനത മൊത്തം നെഞ്ചിലേറ്റിയ 1.3യുടെ ടെർബോ ഡീസലുണ്ട്. ഫിയറ്റിന്റെ മൾട്ടിജെറ്റിന്റെ തന്നെ വേറൊരു വകഭേദമായിട്ടുള്ള DDIS വന്ന 1.3യുടെ മോഡലുണ്ട്. അതിന് അത്യാവശ്യം കുറച്ച് റീസെയിൽ വാല്യൂ കണ്ടേക്കാം. അതും ഒരു സൂപ്പറാണ്. സോ നല്ല ബലമുള്ള ഒരു മാരുതി സുസുക്കി മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പോക്കറ്റ് കീറാതെ മേടിക്കാൻ പറ്റിയ ഐറ്റമാണ് SX4. ഞാനിപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ആപ്പാടെ അതിനകത്ത് എനിക്ക് ഓടിച്ചിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സൈഡിലുള്ള ബീംസിനൊക്കെ ഭയങ്കര വലുപ്പമാണ്. അല്ലെങ്കിൽ നമ്മുടെ സൈഡിലുള്ള കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഗ്ലാസിന് സൈഡിലുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ അതൊക്കെ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് തിരിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ബ്ലൈൻഡ് സ്പോട്ട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്പെയറുകളും വലിയ വിലയൊന്നും ഇല്ലാതെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ചില സ്പെയറുകൾ കിട്ടാൻ പാടാന്നൊക്കെ ഞാൻ കുറെ വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയല്ല. എങ്കിലും മെന്നർ ബ്ലാക്ക് എന്നുള്ള പരസ്യത്തിൽ വന്ന SX4 ഇപ്പോഴും മായാതെ മനസ്സിനിപ്പുണ്ട്.